ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരുള്ള O2 പോളിമർ പോട്ട് ഫാക്ടറിയിലാണ്. ഇവിടെ വിവിധ തരം ചെടിച്ചട്ടികളൊക്കെ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, നല്ല വെറൈറ്റി പോട്ട്സ് ആണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സുകൾ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൃഷിലോകം ചാനലിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ വ്യത്യസ്ത തരം നല്ല അടിപൊളിയായിട്ടുള്ള പോട്ട്സുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനും പറ്റും. അതുപോലെ തന്നെ അതായത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്സ്. എല്ലാവർക്കും ഇപ്പോൾ അതാണുള്ള ആവശ്യം. ഡയറക്റ്റ് പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഓൺലൈനായിട്ടും ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു അടിപൊളി ഒരു ഷോപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ് ഞങ്ങൾ വന്ന് നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്തുക. ഇത് കിവി പോട്ടാണ്. ഇത് 9 ഇഞ്ചിന്റെ പോട്ടാണ്. സെൽഫ് വാട്ടറിംഗ് ആണ്. 2 പോട്ട് താഴത്തേല് വെള്ളം സ്റ്റോർ ചെയ്യും അല്ലേ? താഴത്തിൽ വെള്ളം സ്റ്റോർ ചെയ്യും. അപ്പൊ നമ്മള് മുകളില് ചെടിയും കാര്യങ്ങളും വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ താഴെ സ്റ്റോർ ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മളിപ്പോ ഒരാഴ്ച വീട്ടിലില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. ഇതിപ്പോ കണ്ടാൽ മനസ്സിലാവില്ല, എന്നാൽ നല്ല ഭംഗിയില് കാര്യങ്ങളുമാണ്. അതെ അതെ, സെൽഫ് വാട്ടറിംഗ് പോട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതിനെന്താ വൈറ്റ് മാത്രമേ ഉള്ളൂ? വൈറ്റ് അല്ല, വേറെ കളേഴ്സ്. വൈറ്റ് ഭയങ്കര ഒരു നല്ലൊരു ഭംഗിയല്ലേ ശരിക്കും. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ വെക്കുമ്പോൾ നമുക്ക് വീടിനും ലൈറ്റിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, റൂമിനും നല്ല തെളിച്ചം കിട്ടാനായിട്ട് വെള്ള കളറാണ് നല്ലത്. കിവി പോട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഒരു പ്രത്യേക ഡിസൈനൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ പോട്ടിൽ, വൈറ്റ് പോട്ടിൽ ആ ഡിസൈൻ വൈറ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ആ ഡിസൈൻ ഒരു നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്നതാണ്. കിവി പോട്ടിൻ്റെ തന്നെ വേറൊരു കളറാണ്, സിൽവർ കളറാണിത്. വേറെയും ഒത്തിരി കളേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. കിവി പോട്ടിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളെവിടെയും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക ഡിസൈനാണ് ഈ ഒരു പുതിയ പോട്ടിന് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പേര് ട്രൈ പോട്ട് എന്നാണ്. സെൽഫ് വാട്ടറിംഗ് ആയിട്ട് ഇതിന്റെ ട്രേ ഉണ്ട്. 3 സ്റ്റാൻഡും ഒക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് വെക്കാം. ഇതിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഇതുപോലുള്ള പോട്ട്സിൽ വെച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് താഴെ വെള്ളം ഒഴുകി പോവും, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റും. 2 രൂപ മുതലുള്ള പോട്ട്സ് ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ വലിയ റേറ്റുള്ള പോട്ട്സ് അല്ല, ഇതിനൊക്കെ വെച്ചാൽ ഒത്തിരി പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ എന്തായാലും ഞാനിത് വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെടികൾ വെക്കാം. അഗ്ലോണിമ അടിപൊളിയായിട്ടില്ലേ? അഗ്ലോണിമ വെക്കാൻ സൂപ്പറാണെന്ന് കരുതിയിട്ട് തന്നെ ഞാനിതിവിടെ വന്നത്. O2 പോളിമർ പോട്ടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോട്ടാണ് അക്വാ പോട്ട്. 2 ലൈഫ്സ് ഇൻ 1 ഹോം എന്നാണ്. അതായത് ഒരു പോട്ടിൽ തന്നെ നമുക്ക് ഫിഷിനെയും വളർത്താം, അതുപോലെ തന്നെ പ്ലാന്റും വളർത്താം. പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള വളം ഫിഷിൻ്റെ വേസ്റ്റിൽ നിന്ന് ലഭിക്കുന്നു. മീനിനെ വളർത്തുന്നത് വീടിന് ഐശ്വര്യമാണെന്നും വീട്ടുകാർക്ക് ഐശ്വര്യമാണെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ വലിയ സ്ഥലത്ത് മീനിനെ വളർത്താനൊന്നും സൗകര്യമില്ലാത്തവർക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു അക്വാപോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീനുകളെ വളർത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. അടിപൊളിയാണല്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 4 കോൺ പോട്ടാണ് വരണേ. ഈ 4 പോട്ട് ഇതിൽ 2 ഹോൾ ഉണ്ട്. അപ്പോൾ ഹോളിലേക്കൂടെ റൂട്ട്സ് ഇറങ്ങി വന്നോളൂ. പിന്നെ വെള്ളത്തിൽ എപ്പോഴും ടച്ചായി നിൽക്കണം. മണ്ണ് യൂസ് ചെയ്യാൻ പാടില്ല. ബബിൾസ് മണ്ണ് യൂസ് ചെയ്താൽ നമ്മളുടെ വെള്ളം അഴുക്കും. ഒറ്റ പോട്ടിനകത്ത് 2 ജീവൻ എന്ന് പറയണം. അതെ അതെ അതെ, ഇത് വെറൈറ്റി പോട്ടാണ്. ഒക്ടോ പോട്ട് എന്ന് അതിന്റെ പേര്. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്. ഇതിന്റെ ഉള്ളിൽ ട്രേ ഉണ്ട്. ഇത് 10 ഇഞ്ച് ഹൈറ്റ് വരും. ഇത് ഇൻഡോർ പോട്ട് തന്നെയാണ്. ഇതും സെൽഫ് വാട്ടറിംഗ് തന്നെയാണല്ലേ? വിൻഡോ പ്ലാന്റ് വേറെ വെറൈറ്റി മോഡലാണ്. മുടക്കുട പോട്ട് എന്നാണ് അതിന്റെ പേര്. മുടക്കുഴ സ്ഥലത്തിന്റെ പേര്. ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് സെൽഫ് വാട്ടറിംഗ് ആണ്. ഇതിന്റെ അടി അഴിക്കാം അല്ലേ? അതല്ല, ഇതാണ് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. സൂം ചെയ്ത് കാണിച്ചു, അടുത്ത് കാണിച്ചു. കണ്ടാ, നല്ലൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിലയുള്ള പോട്ട്സ് ആണെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. അതിന്റെ കളേഴ്സ് ഉണ്ട്. സിൽവർ, ബ്ലാക്ക്, ഗോൾഡ്. മറ്റേ വൈറ്റിന്റെയും മുകളിൽ പല കളറുണ്ട് അല്ലേ? അതെ അതെ. ആ ഒക്ടോ പോട്ടിന്റെ പേര് സണ്ണി പോട്ട് എന്നാണ്. സണ്ണി ബിഗ്. നമുക്ക് അതിന്റെ സണ്ണിയുടെ സ്മോൾ ഉണ്ട്. സണ്ണിയുടെ സ്മോളാണ് ഇത്. 7 ഇഞ്ച് വരും. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്. അപ്പൊ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ 1 മാസം വീട് അടച്ചിട്ടാലും കുഴപ്പമില്ല. അത് ഭയങ്കര ഒരു ഗുണമാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് കുറച്ച് ചെടികളുടെ കാര്യത്തിൽ നോക്കണ്ടല്ലോ, വീടിന്റെ അകത്ത് വെച്ചിട്ട് പോവാം. ഇതിന്റെയും പല കളറും ഉണ്ടെന്ന് തോന്നുന്നു. റെഡ്, ഗോൾഡ്. ഇത് വെർട്ടിക്കൽ ഗാർഡൻ അല്ലേ? അതല്ലേ മോണോ ഹുക്ക് എന്നതിന്റെ പേര്. ഒറ്റ ഹുക്കയില് വരുന്നത്. ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യാം. ഒത്തിരി കളേഴ്സ് ഉണ്ട്. വെർട്ടിക്കൽ ഗാർഡൻ നമുക്ക് വരുന്നത് 5 ഇഞ്ചിന്റെ 6 ഇഞ്ചിന്റെ ഉണ്ട്. പല കളേഴ്സിലും ഉണ്ട്. പിന്നെ അതിലൊരു വെറൈറ്റി മോഡലായിട്ട് അതിന്റെ വലിപ്പം കൂടിയത് അല്ലേ?
ഇത് 5 ഇഞ്ചാണ്, പക്ഷെ ഇതിൽ 2 ചെടി വെച്ച് നമുക്ക് നടാം. ഒരുപാട് സ്പേസ് ലാഭിക്കാം. ഒറ്റ പോട്ട് വെച്ചാൽ മതി. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ് കേട്ടോ. അതും അങ്ങനെ തന്നെയാണല്ലേ? ഇത് വെർട്ടിക്കല് സെൽഫ് വാട്ടറിംഗ് ആണ്. ജംബോ എന്നാണ് ഇതിന്റെ പേര്. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്. ഇതില് 2 ചെടി നമുക്ക് നടാൻ സ്പേസ് ലാഭിക്കാം. 5 ഇഞ്ചിന്റെ 2 വെക്കുന്നതിന് പകരം ഈ ഒരു ഒറ്റ പോട്ട് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ വെറൈറ്റി ഹാങ്ങിങ് പോട്ട്സുകളൊക്കെ ഉണ്ട്. ഇത് 3 സ്റ്റെപ്പായിട്ട് വെക്കാൻ പറ്റുന്ന. ഇത് B3 എന്ന് പറയും. 3 സ്റ്റെപ്പായിട്ട് 3 ലെയർ ആണത്. അതിന്റെ സിംഗിൾ ആണ്. മെറ്റൽ ചെയിൻ ഉണ്ട് ഇതിൽ യൂസ് ചെയ്യണം. നനാക്ക അതിന്റെ 3 ലെയർ. അത് ഇത് സാറ്റേൺ പോട്ട് എന്ന് പേര്. സാറ്റേൺ പോട്ട്. സാറ്റേൺ ആണ്. ഇത് ഫുള്ളി സെൽഫ് വാട്ടറിംഗ് ആണ്. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്. അടിയില് ട്രേ ഉണ്ട്. പിന്നെ നമ്മുടെ പുതിയ ഹാങ്ങിങ് ആണ് കിവിയുടെ ഹാങ്ങിങ് ആണ്. പിന്നെ ഇതിന്റെ പേര് ചാർലി എന്നാണ്. ഇതിന്റെ ഹാങ്ങർ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് ഓർക്കിഡിന്റെ ബ്ലാക്ക് ഉണ്ട്, ടെറാക്കോട്ട ഉണ്ട്. 7 ഇഞ്ചാണ് ഇത് സൈസ് വരുന്നത്. കരിക്കട്ടയും തൊണ്ടുമൊക്കെ ഇട്ടങ്ങ് ഓർക്കിഡ് നട്ടാ മതി അല്ലേ? ഡിസ്കോ പോട്ട് ഇതിന്റെ പേര്. ഡിസ്കോ പോട്ട്. ഇതും ഇൻഡോർ വെക്കുന്നതാണല്ലേ? പിന്നെ ഒരു വെറൈറ്റി മോഡലായിരുന്നു പോപ്കോൺ പോട്ട് ഇതിന്റെ പേര്. പോപ്കോൺ പോട്ട്. ഇത് വെറൈറ്റി ഡിസൈൻ ആണ്. ഇത് ഇൻഡോർ തന്നെയാണ്. മണ്ണ് അധികം യൂസ് ചെയ്യില്ല. മറ്റേ ക്ലേ ബോൾസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ വർക്കിന് വേണ്ടി ഇത് കൊണ്ടുപോകും. അതിന്റെ വെറൈറ്റി കളേഴ്സ് ആണ്. SP1 കുഞ്ഞൻ പോട്ട്. 2, 3, 4 ഇഞ്ച് സെൽഫ് വാട്ടറിംഗ് ആണ്. അപ്പൊ നിങ്ങളുടെ പ്രോഡക്റ്റുകളുടെ എല്ലാത്തിലും O2 പോളിമർ പോട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഒരു പൂ പോലെ ഇരിക്കുന്നു. അതല്ലേ? ഇതിന്റെയും കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഇല്ലായിരിക്കുന്നത് എന്ത് സാധനം അതിന്റെ പുറത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കാനാ? മനസ്സിലായി. ഒരുപാട് ചെടിയൊന്നും വെച്ച് പിടിപ്പിക്കാൻ സ്ഥലമില്ലാത്തവർക്കും സമയമില്ലാത്തവർക്കും വയ്ക്കാവുന്ന ഒരേ ഒരു പോട്ടാണ് സ്പൈറൽ പോട്ട്. ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ വീട്ടുമുറ്റത്തിന് ഒരു പ്രത്യേക ഒരു ഐശ്വര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പൈറൽ പോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ നിരവധി ടൈപ്പ് സ്പൈറൽ പോട്ടുകളുണ്ട്. അപ്പോൾ ഞാനും വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോട്ട് വരുന്നത് ഒരു കോൺ ഷേപ്ഡ് ആണ്. അപ്പോൾ കുറച്ചുകൂടി സ്റ്റോറേജ് ഉണ്ടാവും. അതേപോലെ ഇതിന് ഹോൾസ് വരുന്നുണ്ട്. ഞാൻ വാങ്ങിയതിന് ഹോൾസ് ഇല്ലാത്തതായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് പോവാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. ഇതാണെങ്കിൽ ഓവറായിട്ട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഹോൾസിൽ കൂടി പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു സ്പൈറൽ പോട്ടിനെ മനോഹരമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ കുറച്ച് ബട്ടർഫ്ലൈ ഹാർട്ട് ഷേപ്പിലുള്ള മുത്തുകളും അതേപോലെ തന്നെ ബെൽസുകളും ഒക്കെ കൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല രസമായിട്ട് ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ഒക്കെ ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പോട്ട്സ് ഒരുപാട് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഔട്ട്ഡോർ കേട്ടോ. ഇൻഡോറാണ് നമുക്ക് അധികമെങ്കിലും ഔട്ട്ഡോർ പോട്ട്സ് നമുക്കുണ്ട്. ഈ ബ്ലാക്ക് ടെറാക്കോട്ടയൊക്കെ വരുന്നത് നമ്മുടെ 3 ഇഞ്ച് തൊട്ടുള്ള നഴ്സറി പോട്ടുകളുണ്ട്. 16 ഇഞ്ച് വരും. 16 ഇഞ്ച് സൈസ് വരുന്നുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ വെക്കാൻ പറ്റിയല്ലേ? നമ്മള് ബെയർ ആപ്പിളൊക്കെ വെച്ചേക്കണത് ഇത്രയുള്ള വലിപ്പം ഇത്ര ഇല്ല നമ്മൾ വെച്ചേക്കണത്. അപ്പൊ ഇതുപോലത്തേലും ഒക്കെ വെക്കുകയാണെങ്കിൽ നിറയെ കായ ഉണ്ടായി. ഈ പോട്ടിന്റെ പേര് RPH ബ്ലാക്ക് കളർ. ഇത് ഗ്രോ ബാഗിന് പകരം യൂസ് ചെയ്യണേ കേട്ടോ. ഗ്രോ ബാഗ് ആകുമ്പോൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാവുമ്പോൾ നമുക്ക് കൂടുതൽ ആള് യൂസ് ചെയ്യാം. 8 ഇഞ്ചിന്റെ ഗ്രോ ബാഗിന് പകരമുള്ള ചട്ടി. അപ്പൊ അതിന്റെ അടിയിൽ ഹോളുകളുണ്ട് അല്ലേ? കൂടുതൽ ചെളിയായി ഒന്ന് കഴുകി. ഇതൊക്കെ കാണുമ്പോ ഏതൊക്കെ മേടിക്കണമെന്നൊരു കൺഫ്യൂഷൻ. ഇത് കണ്ടപ്പോ അത് ഫ്രൂട്ട് പ്ലാന്റ്സിന് ഭയങ്കര സൂപ്പർ. ഇതാണെങ്കിൽ അതിലും വേറെ സൂപ്പർ. ഓരോന്നും സൂപ്പറാണ്. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്. ഇവിടുത്തെ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഈ ഹോട്ട് പോട്ടിന്റെ കളേഴ്സ് വരുന്നതാണ്. അതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഗ്രീൻ, ബ്ലാക്ക്, ടെറാക്കോട്ട എല്ലാം റീപ്രോസസിങ് മെറ്റീരിയൽ ആണ്. പക്ഷെ ഇതെല്ലാം വെർജിൻ പ്ലാസ്റ്റിക് ആണ്. ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇതാണ് ഇൻഡോർ പോട്ട്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈറ്റും കളേഴ്സും ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ബ്ലാക്ക്, ടെറാക്കോട്ട, പിന്നെ ഇങ്ങനത്തെ ബ്ലൂ ഒക്കെ ഇല്ലേ, ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ സെക്കൻഡാ. ഇത് ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യണം. ഔട്ട്ഡോർ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള UV സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പൊട്ടിപ്പോവില്ല. വെയിൽ കൊണ്ടാലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് നേരത്തെ കണ്ട വാലന്റൈൻ പോട്ടിന്റെ കളേഴ്സ്. ഇത് ആമ്പൽ പോട്ടായിട്ട് യൂസ് ചെയ്യണതാണ്. അതെ, ആമ്പൽ. ഇതിൽ ഹോളില്ല, വെള്ളം നിറച്ച് നമുക്ക് വെക്കാം. ആമ്പലിന് വെള്ളം കെട്ടി കിടക്കണമല്ലോ.
അതിന്റെ കളറുകളാണ് യെല്ലോ, റെഡ്, മിൽക്ക് വൈറ്റ്. ആമ്പലൊക്കെ നട്ട് വിൽപ്പന നടത്തുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? ഇതിപ്പോ ഒരു ഇതിൻ്റെ അകത്ത് നട്ട് പിടിപ്പിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അതെ, വീടുകളിൽ നട്ട് വയ്ക്കുക, എന്നിട്ട് പോട്ടടക്കം കൊടുക്കുക. അങ്ങനെ ആമ്പൽ പോട്ടും നമ്മൾ കണ്ടു. ഇത് മറ്റേ കിടക്കി വിൻഡോ പ്ലാന്ററിന്റെ മറ്റേ കളേഴ്സിൽ വരണയാണ്. ഇത് നമുക്ക് മറ്റേ സെൽഫ് വാട്ടറിംഗ് ആണോ? സെൽഫ് വാട്ടറിംഗ്. ഇതിനിടയിൽ ട്രേ ഉണ്ട്. ട്രേ ഉണ്ട്. അതിന്റെ സ്റ്റോക്കാണ് ഇത് അല്ലേ? ഔട്ട്ഡോർ ഐറ്റംസ് ആണ് അത്. ആ ബ്ലാക്കും ടെറക്കോട്ടയും വരുന്നത്. അപ്പൊ അതിന് ട്രേ യൂസ് ചെയ്യണ്ട, അത് പുറത്ത് വെക്കാനായിട്ട് ഇതില് അതിന്റെ ആ കാലുണ്ടല്ലോ, നമുക്ക് ട്രേ യൂസ് ചെയ്യേണ്ട. പുറത്ത് വെക്കുമ്പോ ഇങ്ങനെ ഈ കാലുകളുണ്ട്. അതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്? ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. കൊറിയർ അയച്ചു കൊടുക്കുകയും ചെയ്യും. ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾ വീട്ടിലിരുന്ന സാധനം വീട്ടിൽ വരും. ഇതിന്റെ തന്നെ വേറെ നമ്മൾ കണ്ട വൈറ്റിന്റെ തന്നെ ഒക്ടോപോ ഷേപ്പ് ഉണ്ട്. അപ്പൊ ഈ പോട്ട്സുകളുടെ ഒന്നും റേറ്റ് എല്ലാം എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല. അതായത് 3 രൂപ മുതലുള്ള പോട്ട്സുകളുണ്ട്. നേരത്തെ കണ്ടതാണ് സണ്ണി സ്മോള്. മറ്റേ അതിന് സണ്ണി ബിഗ് ആണ് അവിടെ ബിഗ് ആണ് അപ്പുറത്ത് കണ്ടത്. ഇതില് സെൽഫ് വാട്ടറിംഗ് ആണ്. ഇതിന്റെ ഉള്ളിലൊരു പോട്ട് കൂടി വെക്കും അല്ലേ? അങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇതിന്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലേ? ഇതെല്ലാം അതിന്റെ തന്നെ കളേഴ്സ്. വൈറ്റ്, റെഡ്, ഗോൾഡ് ഉണ്ട്. ഇതാണ് ഗോൾഡ്. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാനൊന്നും നിൽക്കണ്ട. അതെ. ഇതെന്താന്ന് മനസ്സിലായ? ഇതിന്റെ ഉപയോഗം ഇപ്പൊ കാണിച്ചു തരാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു കുഞ്ഞൻ സാധനമാണ് കേട്ടോ. അതെ, വളരെ യൂസ്ഫുൾ ആയ സാധനം. അതൊന്ന് ചൂടാക്കി അല്ലേ? എല്ലാവർക്കും ഉപയോഗമായിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണത്. സിമ്പിൾ ടെക്നിക്കാണ് ഇതിന്റെ ബിഹൈൻഡിലുള്ളത്. നമുക്കൊരു 1/2 kg വരെ ഇതിൽ ഹാങ് ചെയ്യാം. നമുക്ക് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള മാസ്ക്, ബെൽറ്റ്, അതുപോലുള്ള വാളിൽ വെക്കുന്ന ഫോട്ടോസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ഹാങ് ചെയ്യാവുന്നതാണ്. ഒരു 1/2 kg വരെയാണ് നമുക്കിതിൽ കലണ്ടറൊക്കെ വെക്കാനൊക്കെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്റീരിയറിന്റെ കളറിനനുസരിച്ച് ചൂസ് ചെയ്തിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്യാം. പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒട്ടു വാൾ ഹുക്ക് എന്നാണ് ഇതിന്റെ പേര്. ഇത് എത്രണ്ണം? 10 എണ്ണം. ഒരു പാക്കറ്റിൽ 10 എണ്ണം. ഇപ്പൊ ഇത് നല്ല ടൈറ്റ് ആയി അല്ലേ? ടൈറ്റ് ആണ്, പോരില്ല. ജസ്റ്റ് നമ്മൾ ഹീറ്റ് ചെയ്തു, പ്രസ് ചെയ്തു, സംഭവം സെറ്റായി. നമുക്കിത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് വരും. നമുക്ക് വുഡിൽ യൂസ് ചെയ്യാം, അതേപോലെ നമ്മുടെ വാൾസിൽ യൂസ് ചെയ്യാം, അതേപോലെ മെറ്റൽ പ്ലേറ്റുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ വാഷ്റൂമിൽ, ടോയ്ലറ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്യാതെ പ്രസ് ചെയ്യുക. സിമ്പിൾ മെക്കാനിസം ആണ്. യൂസ്ഫുൾ ആയിട്ട് ഒരു ഗാഡ്ജറ്റും ആണ്. അപ്പൊ ഇത് എല്ലാ സ്ഥലത്തും യൂസ്ഫുൾ ആണ്. അതായത് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രദർശനമായിരിക്കണം, എന്നാലേ സ്റ്റിക്ക് ആവുള്ളൂ. അപ്പൊ നമുക്കിനി ഇവരുടെ ഫാക്ടറിയിൽ ഒന്ന് പോയി നോക്കാം. നല്ല അടിപൊളി പോട്ട്സുകളൊക്കെ നമ്മൾ അവിടെ കണ്ടു. അപ്പൊ ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമ്മൾ ഇത്രയും ഭംഗിയിൽ കാണേണ്ടത് എങ്ങനെയാ സംഭവം, ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതൊന്ന് നേരിൽ കാണാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. O2 പോളിമർ പോട്ട്സ് നിർമ്മിക്കുന്നത് വെർജിൻ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ കൂടെ കളേഴ്സ് ചേർത്തിട്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള പോട്ട്സുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് പോട്ട് ഉണ്ടാക്കുന്ന മെഷീൻ. ഇഞ്ചക്ഷൻ മോൾഡിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് പോട്ട് നിർമ്മിക്കുന്നത്. ഇതിന്റെ ബേസുമാക്കിയിട്ട് സിൽവർ കളർ. O2 പോളിമർ പോട്ടിനെ മറ്റ് പോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കമ്പനി അവകാശപ്പെടുന്നത് വെർജിൻ ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് പോട്ടിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. O2 പോളിമർ പോട്ട്സിൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റാണ് പോട്ട്മാൻ. അപ്പം നമ്മളിവിടെ പോട്ട്മാനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഗാർഡൻ ആവശ്യമുള്ള എല്ലാത്തരം ഇൻഡോർ ഔട്ട്ഡോർ പോട്ടുകളും ഇവിടെ ലഭ്യമാണ്. ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിലക്കുറവിൽ നമുക്ക് പോട്ട്സുകളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ വന്നിട്ട് ഏറ്റവും ചെറിയ പോട്ട് കണ്ടു. അതാണ് ഇത് കേട്ടോ. ഇത് കാക്ടസ് പോലുള്ള ചെറിയ പ്ലാന്റുകൾ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യും. അതിൻ്റെ കൂടി കുറച്ചുകൂടി വലിയ സൈസ് ഉണ്ട്. ഇത് മണി പ്ലാന്റ് പോലുള്ള ചെടികളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ്സുകൾ എന്തും വെക്കാം. ചെടി വെക്കാനുള്ളതാണോ? ആ ചെറിയ പ്ലാന്റ്സ് ഇല്ലേ, അത് വെക്കാൻ പറ്റിയ ബോട്ട് ഷേപ്പിലുള്ള ഒരു പോട്ടാണിത്. അടിയിൽ വാട്ടർ നിൽക്കും.
അപ്പോൾ പ്ലാന്റ് ഒക്കെ വീടിൻ്റെ അകത്തോട്ട് വെക്കുന്നത് ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യമാണല്ലോ. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ അതൊക്കെ. ഇതിൽ വാട്ടർ പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റിയ ഒരു പോട്ടാണ് കേട്ടോ ഇത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പോട്ടാണ് നമ്മളിത് കാണാൻ പോകുന്നത്. 3D പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഷേപ്പ് വരുന്നത് മുകളിൽ റൗണ്ടും താഴെ സ്ക്വയറും ആയിട്ടാണ്. ഇത് പച്ചക്കറി വിത്തുകൾ മുളപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പോട്ടാണ്. ഇതിൻ്റെ തന്നെ വിവിധ നിറത്തിലുള്ള പോട്ടുകളും അവൈലബിൾ ആണ്. വെറും 3 രൂപ മാത്രമാണ് ഈ ഒരു O2 പോളിമർ പോട്ടിൻ്റെ വില വരുന്നത്. ചെറിയ ചെറിയ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വെക്കാനായിട്ടും ഇതിൻ്റെ വ്യത്യസ്ത നിറങ്ങളിലുള്ള പോട്ടുകൾ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പെറ്റ് മാറ്റാണ്. ഇത് പെറ്റ്സിനെ വളർത്തുന്നവർക്ക് മാത്രമല്ല കേട്ടോ, ടെറസിൽ ഗ്രോ ബാഗ് വെച്ച് നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടിരിക്കുന്നവർക്കും അതേപോലെ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ കാണുന്നത്. ഇതെന്ന് പെറ്റ് മാറ്റാണ്. ഇതിപ്പോൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1 സൈസാണ്. 1 അടി നീളം 1 അടി വീതിയുള്ള സൈസാണ്. ഇതിപ്പോൾ ജോയിൻ ചെയ്യുന്നത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ കോഴി, കാട, താറാവ്, മൊയിൽ, ബേഡ്സിന് വേണ്ടി എല്ലാ ടൈപ്പിലും ഉപയോഗിക്കാം. അവർക്ക് കൂടും അതിൽ കൂടുണ്ടായി അടിയിലും സെറ്റ് ചെയ്യാം, സൈഡിലും സെറ്റ് ചെയ്യാം. അതിപ്പോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ നീളത്തിലായാലും എങ്ങനെ രീതിയിലും ചെയ്യാം. ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്യാം. സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് ഇതിങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും സൈസ് അനുസരിച്ച് നമ്മൾ എത്ര വലിയ കൂടാണോ ചെയ്യണേ അതിന് സൈസ് അനുസരിച്ച് അത് ചെയ്യാം. ഇപ്പൊ നമുക്ക് ടെറസിന്റെ മേലായാലും നമുക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഓരോ പീസിലും അപ്പൊ നമ്മള് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ വേസ്റ്റ് വെള്ളം പോണ ഇതൊക്കെ അതിന്റെ മുകളിൽ ഇട്ടിട്ട് ഈ മാറ്റിട്ടാ മതി. ഈ ഒരു പീസ് ഇട്ട് അല്ലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം ഇങ്ങനെ പോലെ വരുവാണെങ്കിൽ എന്റെ മേളിൽ പ്ലസ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഈ അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളവും നമ്മൾ ആ പോണ ഇപ്പൊ അഴുക്ക് ചാലിനെങ്കിലും കാണില്ല, അതിന്റെ മുകളിൽ ചെടി ബ്യൂട്ടിക്ക് വേണ്ടിട്ട് ചെടി സെറ്റ് ചെയ്യും. അപ്പൊ പല യൂസുകൾ ഇതുപോലെ ഇതിന് ഒരുപാട് ഉപയോഗമുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 5 പോട്ട്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാം സെൽഫ് വാട്ടറിംഗ് പോട്ട്സ് ആണ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഹോൾ ഇടണം. ഈ 2 എണ്ണത്തിനും ഹോൾ ഇടണം. ബാക്കിയുള്ളതിനൊക്കെ ഹോൾ ഇടണ്ടല്ലോ അല്ലേ? ഇതിന് ഹോൾ വേണ്ട, ഓൾറെഡി ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഒരു ഇത് കാണിച്ചാൽ മതി, അതിന് പോയിന്റ് ഉണ്ട്. അത് ഹോൾ ഇടണം. അപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ബ്രോഷറൊക്കെ വെച്ച് നോക്കിയിട്ട് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ നമുക്കിനി ചെടിച്ചട്ടി വാങ്ങിക്കാനായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമില്ല, ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന. O2 പോളിമർ പോട്ട്സിന്റെ ഫാക്ടറിയിലും അതേപോലെ തന്നെ ഷോപ്പിലും ഒക്കെ വന്നു. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നിൽക്കുന്നത് ഷോപ്പിലാണ്. ഇവിടെ ഒരുപാട് പോട്ട്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങിക്കണമെന്നെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പല ഭാഗത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, നമുക്ക് ഏത് പോട്ട്സാണ് വേണ്ടത്, എല്ലാ പോട്ട്സിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് അവർ അങ്ങോട്ടേക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.